തിരുവനന്തപുരത്ത് വിദേശത്തു നിന്ന് വന്നയാളെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. 2 കാറുകളിലായി വന്ന സംഘം ഓട്ടോയിൽ നിന്നും ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയെന്ന് ഓട്ടോ ഡ്രൈവർ പോലീസിൽ മൊഴി നൽകി. പുലർച്ചെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഓട്ടോ പിടിച്ച ഇയാളുടെ പക്കൽ ബാഗോ മറ്റ് സാധനങ്ങളോ ഇല്ലായിരുന്നുവെന്ന് ഓട്ടോ ഡ്രൈവർ പ്രതികരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് വഞ്ചിയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയായിരുന്നു സംഭവം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓട്ടിക്കുന്ന വൈശാഖിൻ്റെ ഓട്ടോ ഒരാൾ വന്ന് ഓട്ടം പോകണമെന്ന് പറയുന്നു. നാഗർകോവിൽ തിരുച്ചിറപ്പള്ളിയിലേക്കാണ് പോകേണ്ടതെന്ന് ഓട്ടോക്കാരൻ പറയുന്നു. അതിനുശേഷം ഓട്ടോ പിടിക്കുന്നു. ഈ ഓട്ടോ ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു വെള്ള സ്വിഫ്റ്റ് കാറും അതോടൊപ്പം തന്നെ ഒരു ഗ്രേ കാറും സമീപം ഉണ്ടായിരുന്നു എന്നാണ് ഓട്ടോക്കാരൻ പറയുന്നത്. തുടർന്ന് നടന്നത് നാടകീയമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. പുള്ളിക്കാരൻ നടന്നു വന്നിട്ട് ഓട്ടം പോകുമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് വണ്ടി കയറി ഇവിടെ നേരെ പോയി തമ്പാനൂർ പോയിട്ട് തിരുനെൽവേലിക്ക് പോകാനുള്ള ആളാണ്. പുള്ളിക്കാരൻ തമിഴാണ് സംസാരിച്ചത്. പിന്നെ പോണ വഴിക്ക് തന്നെ തകരപ്പറമ്പിൻ്റെ അവിടെ വെച്ച് വേറൊരു ഷിഫ്റ്റ് വെള്ള കാറ് വന്നായിരുന്നു. ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് പുള്ളിക്കാരന് ഒന്നും പറയാതെ അകത്ത് കയറി അടിക്കുകയും ചെയ്തു. പിടിച്ച് വലിച്ച് ഇട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് കാര്യം എന്തെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൈ പിടിച്ച് വളച്ച് വെച്ച് എന്നിട്ട് പയ്യനെ ഇടയിൽ കൂടെ തന്നെ എടുത്തുകൊണ്ട് കാറിൻ്റെ അകത്തിട്ടുകൊണ്ട് പോയായിരുന്നു. അപ്പോഴെന്നെ ഞാൻ നേരെ ഫോർട്ട് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തായിരുന്നു. ഇങ്ങനെ ഒരു ആളെ മിസ്സിംഗ് ആണ്, ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞായിരുന്നു. വേറെ ഒന്നും അറിയില്ല. പുള്ളിക്കാരെ ഇടയ്ക്ക് മലയാളവും പറയണുണ്ട്. പയ്യൻ മലയാളവും പറയണുണ്ട്. 30 വയസ്സേ വരുള്ളൂ. അതിനുശേഷം ഓട്ടോ ഇവിടെ നിന്നും തമ്പാനൂരിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. തമ്പാനൂരിലേക്ക് പോകുന്ന സമയത്ത് തകരപ്പറമ്പിന് സമീപം, അതായത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം കഴിഞ്ഞ് തകരപ്പറമ്പിന് സമീപം വെച്ച് ഈ 2 കാറുകളും ഓട്ടോയെ ഓവർടേക്ക് ചെയ്യുന്നു. ഓവർടേക്ക് ചെയ്തതിന് ശേഷം അകത്തുണ്ടായിരുന്ന വ്യക്തിയെ പുറത്തെടുത്ത് വലിച്ചേക്ക് പുറത്തിടുകയും അതിനുശേഷം ഈ സ്വിഫ്റ്റ് കാറിലേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ 2 കാറിലായിട്ട് ഇറങ്ങിയവർ ഈ വൈശാഖിൻ്റെ കൈ പിടിച്ച് തിരിച്ചു വെച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ആളെ തട്ടിക്കൊണ്ട് പോയത്. എനിക്ക് എൻ്റെ കൈ പിടിച്ച് കമ്പിയിലിട്ട് വളച്ച് വെച്ചായിരുന്നു. ഇല്ല മൂടിയൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങണം അങ്ങനെ എടുത്തോണ്ട് പോയതാണ്. ഓട്ടോറിക്ഷയിൽ കയറിയ വ്യക്തി തമിഴും മലയാളവും കലർന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായിട്ടും വൈശാഖ മൊഴി നൽകിയിട്ടുള്ളത് ഒരു തമിഴ്നാട് സ്വദേശിയാണ് ഇത്തരത്തിൽ ഓട്ടോയിൽ കയറിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം ആദ്യം നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത്. ഈ വന്ന ആളിൻ്റെ പക്കൽ ബാഗോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നുമില്ലായിരുന്നു. വലിയ ബാഗോ അത്തരത്തിലുള്ള സാധനങ്ങളോ ഒന്നുമില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വഞ്ചൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഈ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോകലൊക്കെ നടന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരികയാണ്. ക്യാമറമാൻ രഞ്ജിത്ത് മോഹനോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.